അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 95, അഹ്വാലുൽ മുസ്നദ് 8, പേജ് 140. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. وأما تقييده بالشرط فلاعتبارات لا تعرف إلا بمعرفة ما بين أدواته من التفصيل وقد بين ذلك في علم النحو. وأما تقييده, അപ്പോൾ മുസ്നദായിട്ട് വന്നതായ ഫിഇലിന് കൈത് കൊടുക്കലാകുന്നത്, അയ്യൽ ഫിഇലി, ഫിഇലിന് കൈത് കൊടുക്കൽ. ഏത് ഫിഇല്? എല്ലാ ഫിഇലുമല്ല, മുസ്നദായിട്ട് വന്ന ഫിഇലിന് കൈത് കൊടുക്കൽ. അതാണ് ഇവിടെ പറയുന്നത്. ബിശർത്തി, ഷർത്ത് കൊണ്ട് കൈത് കൊടുക്കൽ. ഷർത്ത് അതൊക്കെ മഫ്ഹൂമു മുഖാലഫയാണെന്ന് ജമ്മുൽ ജവാമി 1-ാം ജുസ്ഇൽ പറഞ്ഞിട്ടുണ്ട്. 1-255. വഹുവ മഫ്ഹൂമു മുഖാലഫ സിഫത്തുൻ, സിഫത്താണ്. വശർത്തുൻ, ഷർത്തുമാണ്. അതായത് ഷർത്തിന് മഫ്ഹൂമു മുഖാലഫയുണ്ട്, സിഫത്തിന് മഫ്ഹൂമു മുഖാലഫയുണ്ട്. എന്നിട്ട് ജമ്മുൽ ജവാമിയിൽ പറഞ്ഞു, നഹ്വു ഇൻ കുന്ന ഉലാത്തു ഹംലിൻ ഫഅംഫിഖു അലൈഹിന്ന. അവര് ഹംലുടയവരാണെങ്കിൽ ചെലവാക്കുക. അതാണ് അതിന്റെ മന്തൂക്ക്. അപ്പൊ അതിന്റെ മഫ്ഹൂമു മുഖാലഫ് എന്താണ്? ഹംല് അല്ലാത്തവരാണെങ്കിൽ ചെലവാക്കണ്ട. അപ്പൊ ഷർത്തിന് എന്തുണ്ട്? മഫ്ഹൂമു മുഖാലഫയുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ഷർത്ത് ലുഗവിയ്യ്, അഖ്ലിയ്യ്, ആദിയ്യ്, ശർഇയ്യ്, ഇങ്ങനെ പല ഇനങ്ങളാണ്. ജമ്മുൽ ജവാമിഉ 2-ാം ജുസ്ഉ 21-ാം പേജ്, അതായത് ബന്നാനി, അത്താറല്ല ബന്നാനി. പേജ് നമ്പർ അത്താറും ബന്നാനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ കാണാം 21-ാം പേജിൽ, അസ്സാനി മിനൽ മുഖസ്സിസാത്തിൽ മുത്തസിലത്തി അശ്ശറുത്തു. മുത്തസിലത്തായ മുഖസ്സിസാത്തിൽ നിന്ന് രണ്ടാമത്തത് ഷർത്താണ്. ഒന്നാമത്തത് ഇസ്തിസ്നാ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ മുഖസ്സിസു ഖിസ്മാനി, അൽ അവ്വലു അൽ മുത്തസിലു. അതെ, വഹുവൽ ഇഖ്റാജ് ബിഇല്ല ഔ ഇഹ്ദാ അഖവാതിഹ, അങ്ങനെ തോന്നുന്നുണ്ട്. മുത്തസിലത്തിനെ പറ്റി പറഞ്ഞുകൊടുത്ത്, മുത്തസിലായ മുഖസ്സിസാത്തിൽ നിന്ന് രണ്ടാമത്തത് അശ്ശറുത്തു, ഷർത്താണ്. മുഖസ്സിസ് 2 കിസ്മാണ്. ഒന്ന് മുത്തസിലാണ്, മറ്റൊന്ന് മുൻഫസിലാണെന്ന് പിന്നീട് പറയും. അവിടെ അസ്സാനി മിനൽ മുഖസ്സിസാത്തിൽ മുത്തസിലത്തി അശ്ശറുത്തു വഹുവ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഷർത്തും, അയ്യ ഷർത്തു നഫ്സുഹു, അത് ലുഗവിയാവട്ടെ, ശർഇയാവട്ടെ, അഖ്ലിയാവട്ടെ, അല്ലെങ്കിൽ ആദിയാവട്ടെ, ഏതായാലും ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണത്? മാ യൽസമു മിൻ അദമിഹി അൽ അദമു വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാത്തിഹി എന്ന് ജമ്മുൽ ജവാമിയിൽ കാണാം. അത് ലുഗവിയായ ഷർത്തും പെട്ടു. നമ്മൾ മുഖ്തസിൽ പറയുന്ന ഷർത്ത് ലുഗവിയായ ഷർത്താണ്. മുഖസ്സിസായ ഷർത്തിനെ പറ്റിയാണ്. മുഖയ്യിദ് അത് മുഖസ്സിസാണ്, മുഖയ്യിദെല്ലാം മുഖസ്സിസാണ്. ഇവിടെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. യൽസമു മിൻ അദമിഹി അൽ അദമു, അതിന്റെ അദമിനാൽ അദമു ലാസിമാണ്.
ഷർത്തില്ലെങ്കിൽ എന്തില്ല? മശ്റൂത്ത് ഇല്ല. അപ്പോൾ ഷർത്തില്ലെങ്കിൽ ജവാബില്ല എന്നർത്ഥം. ഇൻ തുക്രിംനി ഉക്രിംക, എന്നെ നീ ഇക്റാമ് ചെയ്താൽ നിന്നെ ഞാനും ഇക്റാമ് ചെയ്യും എന്ന് പറഞ്ഞാൽ, നീ എന്നെ ഇക്റാമ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഇക്റാമ് ചെയ്യുകയില്ല. അതിന്റെ ദാത്തിന് വേണ്ടി അദബ് ലാസിമാവൂന്നാ പറഞ്ഞത്. ചിലപ്പോൾ വുജൂദ് ഉണ്ടാവാം, ദാത്തിന് വേണ്ടി അദബ് ലാസിമാണ്. വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ, അതിന്റെ വുജൂദിനാൽ വുജൂദ് ലാസിമില്ല. ഷർത്തുണ്ടായതുകൊണ്ട് ജവാബ് ലാസിമില്ല. വലാ അദബുൻ, അദബുൻ ലാസിമില്ല ലിദാത്തിഹി, ആ ഷർത്തിന്റെ ദാത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ തുക്രിംനി ഉക്രിംക, നീ എന്നെ ഇക്റാമ് ചെയ്താൽ നിന്നെ ഞാൻ ഇക്റാമ് ചെയ്യും. ഇവിടെ എന്താണ് ഈ പറഞ്ഞത്? നീ എന്നെ ഇക്റാമ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ ഇക്റാമ് ഏതായാലും ഉണ്ടാവുകയില്ല. നീ എന്നെ ഇക്റാമ് ചെയ്താലോ ഞാൻ ഇക്റാമ് ചെയ്യൽ ലാസിമില്ല. ഇക്റാമ് എന്നിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം. ഏതാണ് ഷർത്തിന്റെ മാന പറഞ്ഞത്? മാ യൽസമു മിൻ അദമിഹി അല്ലദമു, ഷർത്തിന്റെ അദമിനാൽ ജവാബിന്റെ അദമ് ലാസിമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷർത്തിന്റെ അദമിനാൽ മശ്റൂത്തിന്റെ അദമ് ലാസിമാണ്. ഏത് ഷർത്തും, ഇപ്പോ ഒന്നും ഇല്ലെങ്കിൽ നിസ്കാരമില്ല, അതേ സമയത്ത് ഒന്നും ഉണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടാവൽ ലാസിമില്ല. ചിലപ്പോൾ ഉണ്ടാകും, ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അത് ലൗകിയായ ഷർത്തായാലും അങ്ങനെ തന്നെ. നീ എന്നെ ഇൻ തുക്രിംനി ഉക്രിംക, നീ എന്നെ ഇക്റാമ് ചെയ്താൽ നിന്നെ ഞാൻ ഇക്റാമ് ചെയ്യും. അപ്പോൾ നീ എന്നെ ഇക്റാമ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഇക്റാമ് ചെയ്യുകയില്ല, നിന്റെ ഇക്റാമ് അവിടെ ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? അദമിനാൽ അദബ് ലാസിമാണ്. എന്നാൽ ഷർത്തുണ്ടായതുകൊണ്ട് വുജൂദ് ലാസിമില്ല. ചില കാരണങ്ങൾ കാരണമായിട്ട് വുജൂദ് ലാസിമാവും എന്ന് മാത്രം. അതിന്റെ ദാത്തിന് വേണ്ടി വുജൂദ് ലാസിമില്ല. വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ, ആ ഷർത്തിന്റെ വുജൂദിനാൽ മശ്റൂത്തിന്റെ വുജൂദ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ലൗകിയ ഷർത്താകുമ്പോൾ ജവാബിന്റെ വുജൂദ് ലാസിമില്ല, അദമുൽ ലാസിമില്ല ലിദാത്തിഹി എന്നാണ്. എന്നിട്ട് ജമുൽ ജവാമിയിൽ പറയുന്നു, ദാത്തിന് വേണ്ടി ലാസിമാകും ലാസിമാകൂല എന്നാണ്. ലിദാത്തിഹി എന്നുള്ളത് യൽസമൂനോടും ലാ യൽസമൂനോടും രണ്ട് സ്ഥലത്തേക്കും ബന്ധിപ്പിക്കലാണ് നല്ലത് എന്നാണ് മന്നാനി പറഞ്ഞിട്ടുള്ളത്. അന്നഹു മുതാലിക്കും ബി യൽസമുൽ മൻഫിയി ദൂരൽ മുസ്ബത്തി വയംബഗി തഅല്ലുഖു ബിഹിമാ മഅൻ അലാ വജ്ഹി തനാസുഇ ഫീഹി. കേട്ടോ, എന്ത് മന്നാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാത്തിന് വേണ്ടി അദബിനാൽ അദമു ലാസിമാകും, ദാത്തിന് വേണ്ടി വുജൂദിനാൽ വുജൂദും അദമും ലാസിമില്ല. അപ്പോൾ മറ്റു ചില കാരണങ്ങളെ കൊണ്ട് എന്താകും? വുജൂദിനാൽ വുജൂദ് ഉണ്ടായി എന്ന് വരും, ലാസിമായി എന്ന് വന്നേക്കാം, അദമും ലാസിമായി വന്നേക്കാം. പക്ഷെ ദാത്തിന് വേണ്ടി ലാസിമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അത് ജമ്മുൽ ജവാമി 2-ാം ജുസ് 21-22 പേജ് ബന്നാനി നോക്കി മനസ്സിലാക്കണം. എന്നിട്ടാണ് പറഞ്ഞു എഹ്തറസ മുസന്നിഫ് സൂക്ഷിച്ചു ബിൽ ഖൈദിൽ അവ്വലി, ഒന്നാം ഖൈദ് കൊണ്ട് മിനൽ മാനിഇനെ തൊട്ട് സൂക്ഷിച്ചു. ഫഇന്നഹു ലാ യൽസമു മിൻ അദമിഹി ശൈഉൻ, മാനിന്റെ അദമിനാൽ ഒരു ശൈഉൻ ലാസിമില്ല.
വബിസ്സാനി മിന സബബി ലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദബ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് സബബിനെ തൊട്ട് സൂക്ഷിച്ചു. ഫഇന്നഹു യൽസമു മിൻ വുജൂദിഹി അൽ വുജൂദൂന. അതവിടെ നോക്കിയാൽ മതി. നമ്മളെ വിഷയം അതല്ലല്ലോ. ഷർത്തിന്റെ തഅരീഫ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. അത് മാ യൽസമു മിൻ അദബിഹി അൽ അദബു വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാത്തിഹി. അതാണ് അതിന്റെ. ഇതാണ് ഷർത്ത്. അങ്ങനെയുള്ള ഷർത്ത് കൊണ്ട് കൈത് കൊടുക്കൽ. മിസുലു ഉക്രിമുക്ക ഇൻ തുക്രിംനി ഔ ഇൻ തുക്രിംനി ഉക്രിമുക്ക എന്ന് പറയും പോലെ ഷർത്ത് കൊണ്ട് കൈത് കൊടുത്തതാ. ഉക്രിമുക്ക നിന്നെ ഞാൻ ആദരിക്കും. ഇൻ തുക്രിംനി നീ എന്നെ ഇക്റാം ചെയ്താൽ. അല്ലെങ്കിൽ ഔ ഇൻ തുക്രിംനി നീ എന്നെ ഇക്റാം ചെയ്താൽ ഉക്രിമുക്ക നിന്നെ ഞാൻ ഇക്റാം ചെയ്യും. ഇങ്ങനെയുള്ള ഷർത്ത് കൊണ്ട് കൈതു കൊടുക്കൽ. രണ്ട് ഉദാഹരണം ഷാരിഹ് അവിടെ പറഞ്ഞു. അത് ഫലിഇത്തിബാറാത്തിൻ വഹാലാത്തിൻ തഖ്തളി തഖ്യീദഹു ബിഹീന. ഫലിഇത്തിബാറാത്തിൻ കണക്കിലെടുക്കപ്പെടേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്തിബാർ ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഷർത്ത് കൊണ്ട് കൈതു കൊടുക്കുന്നത്. വഹാലാത്തിൻ ചില അവസ്ഥകൾക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇത്തിബാറാത്ത് എന്ന് പറഞ്ഞാൽ മുഅ്തബറായ ചില ഫായിദകൾ. ഒരു ബലീഗായ ആള് ഇൻ തുക്രിംനി ഉക്രിമുക്ക എന്ന് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുകയില്ല. അങ്ങനെ അവിടെ ഷർത്തിയായ ഇന്നിനെ കൊണ്ടുവരാൻ ചില കാരണങ്ങളുണ്ടാവും. കാരണങ്ങളുള്ളോടത്താണ് ഈ ഷർത്തിയായ ജുംലയെ കൊണ്ടുവരുന്നത്. അവാമിലൊക്കെ ഇപ്പൊ നെഹ്വിന്റെ കിതാബില് ഷർത്തിന്റെ അദാത്ത് രണ്ട് ഫീലിന് ജസ്മ് ചെയ്യും എന്ന് പറഞ്ഞു. അത് എവിടെയാണ് ഷർത്തിന്റെ അദാത്തിനെ കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നത് ഇൽമുൽ മആനിയിലാണ്. അൽഫയിൽ കാണാം. എന്ത് വജിസിം ബി ഇൻ വോ മൻ വമാ വോ മാഹ്മാ അയ്യിമ്മത്ത അയ്യാന ഐന ഈദ്മാ വഹൈസുമാ അന്ന വഹറുഫുൻ ഈദ്മാ കഇം വബാക്കിൽ അദവാതി ആസ്മാ. ഇവിടെ എത്ര അക്ഷരങ്ങൾ പറഞ്ഞു? എത്ര അർഫുകൾ? ഇസ്മുകളും. ഇന്ന്, മൻ, മാ, മഹ്മ, അയ്യ്, മത്ത, അയ്യാന, ഐന, ഇദ്മ, ഹൈസുമ, അന്ന, ഇങ്ങനെ ഒരുപാട് പറഞ്ഞു. എന്ന് നോക്കിയാൽ മനസ്സിലാവും. വഹറുഫുൻ ഈദ്മ. ഇദ്മ ഹർഫാട് കൈൻ ഇന്നുപോലെ. ഈ പറഞ്ഞ അക്ഷരങ്ങളിൽ നിന്ന് ഇന്നും ഇദ്മയും ഹർഫാണ്. വബാക്കിൽ ആദവാതി ആസ്മാ. മറ്റുള്ള ദാത്തുകളൊക്കെ ഇസ്മുകളാണ്. എന്നിട്ട് അവിടെ പറഞ്ഞത് ഫീലൈനി യഖ്തലീന ശർത്തുൻ ഖുദ്ദിമാ യതുലുൽ ജസാഉ വജവാബൻ ഉസിമാ. രണ്ട് ഫീലിനിക്ക് ഈ ഷർത്തിന്റെ അദാത്തുകളൊക്കെ രണ്ട് ഫീലിനെ അത് തേടുന്നതാണ്. ആ രണ്ട് ഫീൽ എന്താവാം? വമാലിയൈനി ഔ മുലാരിഐനി തുൽഫീഹിമാ ഔ മുതഖാലിഫൈനി. ഷർത്തും ജവാബും രണ്ടും മാലി ആവാം, അല്ലെങ്കിൽ രണ്ടും മുലാരി ആവാം, അല്ലെങ്കിൽ ഷർത്ത് മാലി ജവാബ് മുലാരി, അല്ലെങ്കിൽ ഷർത്ത് മുലാരി ജവാബ് മാലി. ഇങ്ങനെ 4 രൂപത്തിൽ വരാം. وبعد ماض رفعك الجاز حسن ورفعه بعد مضارع وحن. ഷർത്ത് മാലിയായാൽ ജവാബിനിക്ക് റഫ്ഇ ചെയ്യൽ നല്ലതാണ്. നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും നല്ലതാണെന്ന് കിട്ടൂല. ജസ്മ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഷർത്ത് മാലിയാവുകയും ജവാബ് എന്തായി മുലാരി ആവുകയും ചെയ്താൽ റഫ്ഇ ചെയ്യാം, നസ്ബുൻ ചെയ്യാം.
വറഫഉഹു ബഅദ മുളാരിഇൻ വഹൻ. ആ മുളാരിയിലേക്ക് റഫഇ ചെയ്യൽ, അല്ല ജസായിലേക്ക് റഫഇ ചെയ്യൽ. റഫഇ ചെയ്യണമെങ്കിൽ അത് മുളാരി ആവണം, ജവാബ് മുളാരി ആവണം. ബഅദ മുളാരിഇൻ ഷർത്ത് മുളാരി ആയതിന്റെ പിന്നാലെ വഹനുൻ അത് ലഈഫാണ്. അപ്പോൾ ഷർത്ത് മാദിയാവുകയും ജവാബ് മുളാരി ആവുകയും ചെയ്താൽ ജവാബിനിക്ക് റഫഉം ചെയ്യാം, ജസ്മുൻ ചെയ്യാം. ജസ്മാണ് അഹ്സൻ. ഷർത്ത് മുളാരി ആയി ജവാബും മുളാരി ആയാൽ ജവാബിനിക്ക് റഫഇ ചെയ്യൽ ലഈഫാണ്. പക്ഷേ റഫഇ ചെയ്യാം, ജസ്മുൻ ചെയ്യാം. ജസ്മ് ചെയ്യലാണ് അവിടെ അർജഹ്. ഇത് രണ്ട് സൂറത്താണ് പറഞ്ഞത്. ഇനിയും അവിടെ മറ്റ് രണ്ട് വേറെ സൂറത്തുകളൊക്കെ മനസ്സിലാക്കാലോ. ഇവിടെ പറഞ്ഞ ഷർത്ത് മാദി മുളാരി, അല്ല ജവാബ് മുളാരി, ഷർത്ത് മുളാരി ജവാബ് മുളാരി. ഇനി ഷർത്തും മാദിയാവാം, ജവാബും എന്താവാം, മാദിയാവാം. ഷർത്ത് മുളാരി ആവാം, ജവാബ് മാദിയാവാം. അങ്ങനെയും വരാമല്ലോ. ഇപ്പോൾ പറഞ്ഞു വന്നത് നഹ്വിന്റെ കിതാബുകളിൽ ഇവകളുടെ അമലുകളെ പറ്റിയാണ് പറയുന്നത്. ഇത് എവിടെ ഉപയോഗിക്കണം, ഇൻ എന്ന അദാത്തിനെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? വജിസിംബി ഇൻ ഒമൻ ഒമാ, വജിസിംബി ഇൻ ഓമൻ ഒമാവോ മാഹുമ. മന്നിന് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഇന്ന് ഉപയോഗിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ മാ ഉപയോഗിക്കേണ്ടടുത്ത് മന്നും ഇന്നും പറ്റുകയില്ല. ഹക്കീക്കത്തിൽ ഹക്കീക്കിയായ നിലക്ക് പറ്റൂല എന്നർത്ഥം. അതുപോലെ മഹുമ, അയ്യ്, മത്ത, അയ്യാന, അന്ന, ഇതുമ, ഹൈസുമ, അന്ന, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇനി ലൗ ഹർഫു ഷർത്തിൻ ഫീ മുലിയിൻ, ലൗ ഹർഫു ഷർത്തിൻ ഫീ മുലിയിൻ വയഖിൽ ഈലാഉഹാ മുസ്തഖ്ബിലൻ ലാകിൻ ഖുബിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മുസന്നിഫ് ശാരിഹിതങ്ങൾ ഇവിടെ പറയുന്നത്. അല്ല, മുസന്നിഫ് പറയുന്നത് ഫല ഇത്തിബാറാത്തിൻ വഹാലാത്തിൻ, ചില ഇത്തിബാർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയും ചില അവസ്ഥകൾക്കും വേണ്ടിയാണ് തഖ്തലി. ആ മുഅ്തബറായ കാര്യങ്ങൾ തേടുന്നു. തഖ്യീദഹു, ഈ ഫിഇലിന് കൈത് കൊടുക്കലിനെ തേടുന്നു. ബിഹി, ഷർത്ത് കൊണ്ട്. അങ്ങനെ ആവശ്യമുള്ളോടത്താണ് ഷർത്ത് കൊണ്ട് കൈത് കൊടുക്കുന്നത്. ആവശ്യമില്ലാതെ ഒരു ബലീഗ് ഷർത്ത് കൊണ്ട് കൈത് കൊടുക്കുകയില്ല. ലാ തുറഫു, ആ ഇഅ്തിബാറാത്ത്, അതായത് മുഅ്തബറായ കാര്യങ്ങൾ അറിയപ്പെടുകയില്ല. ഇല്ലാ ബിമഅരിഫത്തി മാ ബൈന അദവാതിഹി, ഷർത്തിന്റെ അദാത്തുകളുടെ ഇടയിലുള്ള ഒന്നിനെ അറിയലുകൊണ്ടല്ലാതെ, അദാത്തുകളുടെ ഇടയിലുള്ള ഒന്നിനെ അറിയലുകൊണ്ടല്ലാതെ. എല്ലാ അദാത്തും ഒരു മഅനാക്കല്ല. അതാണ് പറഞ്ഞത്, ഇന്ന് ഉപയോഗിക്കേണ്ട ചില അവസ്ഥകളുണ്ട്, ചില ഹാലത്തുകളുണ്ട്, അവിടെ ഇന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് എന്തിന് ഉപയോഗിക്കണം? മക്കാമ് അവിടെ തേടിയതിന്, അത് ആവശ്യപ്പെട്ടതിന് വേണ്ടി. ഉദാഹരണം, ഇൻ തുക്രിംനി ഉക്രിംക, നീ എന്നെ ഇക്റാമ് ചെയ്താൽ നിന്നെ ഞാൻ ഇക്റാമ് ചെയ്യും. ഇത് ഒരു മുത്തക്കല്ലിമു മുഖാത്തബിനോട് പറയണമെങ്കിൽ ചില ആവശ്യങ്ങൾ ഉണ്ടാകും. ഒരു ഉദാഹരണം നമുക്ക് പറയാം. നീ എന്നെ ഇക്റാമ് ചെയ്താൽ നിന്നെ ഞാൻ ഇക്റാമ് ചെയ്യും. അപ്പോ മുഖാത്തബ് എന്ത് മനസ്സിലാക്കി? ഞാൻ അവനെ ഇക്റാമ് ചെയ്താലും അവൻ എന്നെ ഇക്റാമ് ചെയ്യുകയില്ല എന്ന് ഇഅ്തിഖാദ് ചെയ്തൊരു മുഖാത്തബിനോട് അവന്റെ ആ തെറ്റായ ഇഅ്തിഖാദിനെ നഫി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തു പറയും? ഇൻ തുക്രിംനി ഉക്രിംക, നിന്റെ ഇഅ്തിഖാദ് ശരിയല്ല. നീ എന്നെ ഇക്റാമ് ചെയ്താൽ നിന്നെ ഞാൻ ഇക്റാമ് ചെയ്യും.
പിന്നെ അവിടെ എന്തുകൊണ്ട് ഇന്നുപയോഗിച്ചു? ഈ മുത്തക്കല്ലിമിന് മുഖാത്തബിന്റെ ഇക്റാമിൽ സംശയമുള്ളതുകൊണ്ട് അവിടെ ഇന്നുപയോഗിച്ചു. ഉറപ്പുള്ളോടത്ത് ഇതാ എന്ന അദാത്തിനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. അതാണ് ലാ തുറഫു, ആ മുഅ്തബറായ കാര്യങ്ങളെ അറിയപ്പെടുകയില്ല ഇല്ലാ ബിമഅരിഫത്തി മാ ബൈന അദവാത്തിഹി, ഷർത്തിന്റെ അദാത്തുകളുടെ ഇടയിലുള്ള ഒന്നിനെ അറിയലുകൊണ്ടല്ലാതെ. യഅനി ഹുറൂഫ ഷർത്തി, ഇവിടെ അദവാത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഷർത്തിന്റെ ഹർഫുകളെയാണ്. വ അസ്മാഉഹു, അതിന്റെ ഇസ്മുകളെയുമാണ്. ഷർത്തിന്റെ അദാത്തുകളിൽ അർഫുമുണ്ട്, ഇസ്മുമുണ്ട്. അത് അൽഫയിൽ നേരത്തെ നമ്മൾ ചൊല്ലിയതാണ് അല്ലേ? എന്ത്? വജിസിം ബിഇൻ വോ മൻ വമാ വോ മാഹുമ അയ്യിമ്മത അയ്യാന അന്നാ ഈദ് അയ്യാന ഐനാ ഈദ് മാ അയ്യിമ്മത അയ്യാന ഐനാ ഈദ് മാ വഹൈസുമാ അന്നാ വഹറുഫുൻ ഈദ് മാ കഇൻ വബാഖിൽ അദവാതി അസ്മാ വഹറുഫുൻ ഇദ്മാ കഇൻ, ഇദ്മാ ഹർഫാണ് ഇന്ന് പോലെന്ന. വബാഖിൽ അദവാതി അസ്മാഉൻ, ബാക്കിയുള്ള ദാത്തുകളൊക്കെ ഇസ്മുകളാണ്. അപ്പൊ ഈ മൻ ഇസ്മാണ്, മാ ഇസ്മാണ്, മഹ്മ ഇസ്മാണ്, അയ്യ് ഇസ്മാണ്, മത്ത ഇസ്മാണ്, അയ്യാന ഇസ്മാണ്, ഐന ഇസ്മാണ്, ഇദ്മാ ഇസ്മാണ്, ഹൈസുമ ഇസ്മാണ്, അന്ന ഇസ്മാണ്. അവാമിൽതൊക്കെ തെർക്കീബ് പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ തെർക്കീബ് പഠിച്ചിട്ടുള്ളത്. വമിൻഹ, 100 ആമിലിൽപ്പെട്ടതാണ് അസ്മാഉൻ, ചില ഇസ്മുകൾ. തജിസുമുൽ ഫീലൽ മുളാരിഅ, അത് മുളാരിഅ ഫീലിക്ക് ജസ്മി ചെയ്യും. അലാ മഅനാ ഇൻ വഹിയ തിസ്അത്തുൻ മൻ മാ മത്ത മഹ്മ അയ്യ് ഐന അന്ന ഹൈസുമ ഇദ്മാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ തെർക്കീബ് നമ്മളൊക്കെ കുട്ടികളായ സമയത്ത് വെച്ച് പഠിക്കുന്നത് മൻ ഇസ്മു ഷർത്ത് മുബ്തദാ ജാസിം എന്തൊക്കെയാണല്ലോ. അതാ പറഞ്ഞത്. അപ്പോ ഇനി ഹുറൂഫ ഷർത്തി വ അസ്മാഉഹു, അതാത്തുകൊണ്ടുള്ള ഉദ്ദേശം അർഫുകൾ മാത്രമല്ല, ഷർത്തിന്റെ അർഫുകളെയും ഇസ്മുകളെയുമാണ്. ആ ഒന്നെന്തിനാൽ മാബൈന അദവാത്തി ഹി എന്ന് പറഞ്ഞ് ഷർത്തിന്റെ അദാത്തുകളുടെ ഇടയിലുള്ള ഒന്ന് മിന തഫ്സീലി, തഫ്സീലിനാൽ. വഖദ് മുയ്യിന ദാലിക തഫ്സീലു ഫീ ഇൽമിൻ നഹ്വി, ആ തഫ്സീലിനെ നഹ്വിന്റെ ഇൽമുൻ നഹ്വിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് തഫ്സീല്? ഇഅ്തിബാർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് ഷർത്തിനെ കൊണ്ട് കൈതു കൊടുക്കുന്നത്. അത് ഇല്ലാ ബി മഅരിഫത്തി തഫ്സീലി, ഇവിടെ ദസൂഖി 35 പേജിൽ പറയുന്നു. ഖൗലുഹു മിനത്ത് തഫ്സീലി, തഫ്സീലിനാൽ എന്ന് പറഞ്ഞല്ലോ. ബയാനുൽ ലിമാ, ഈ മിനത്ത് തഫ്സീലി എന്ന് പറഞ്ഞത് മാബൈന അദവാത്തിഹി എന്ന മാക്ക് ബയാനാണ്. ഐ ഇല്ലാ ബി മഅരിഫത്തി തഫ്സീലില്ലദി ബൈന അദവാത്തിഹീന, ദസൂഖി പറയുന്നത് ഷർത്തിന്റെ അദാത്തുകളുടെ ഇടയിലുള്ള തഫ്സീലിനെ അറിയലുകൊണ്ടല്ലാതെ. അൽ ഹാസിലു ബി ബയാനി മാ ബൈനഹാ മിനൽ ഫർഖിൽ മഅനവിയ്യി, മഅനവിയായ വ്യത്യാസങ്ങൾ അറിയണം, ലഫ്ലിയായ വ്യത്യാസമല്ല കേട്ടോ. അതേതുപോലെ കൗനി ഇൻ വ ഇദാലി ഷർത്തി ഫിൽ ഇസ്തിഖ്ബാലി, ഇന്നും ഇതയും ഇസ്തിഖ്ബാലിൽ ഷർത്തിലേക്കാണ്. ലാക്കിൻ മഅൽ ജസ്മി ഫി ഇദ വ മഅ ശക്കി ഫി ഇൻ, ഇതയിൽ ജസ്മോടുകൂടെ ഇന്നിൽ ശക്കോടുകൂടെ. പിന്നെ കൗനി ലൗ ആവുക ലിഷർത്തി ഫിൽ മാദി വ കൗനി മഹുമ അല്ലേ, കൗനി ഇൻ വ കൗനി മഹുമ വ മത്താലി ഉമൂമി സമാനി, ആമായ സമാനിൽക്കാണ് മഹുമയും മത്തയും. വ ഐനാലി ഉമൂമിൽ മക്കാനി വമൻ ലി ഉമൂമി മയ്യഴ്ക്കിലു, മയ്യഴ്ക്കിലുന്റെ ഉമൂമിനിക്കാണ് മന്ന്. ഒമാലി ഉമൂമി വൈരിൽ ആക്കിലി. കണ്ടോ,
വൈറ് ആക്കിലിന്റെ ഉമൂമിനിക്കാണ് മാ വരിക. അപ്പോൾ ഓരോ സ്ഥാനത്തും ഉപയോഗിക്കേണ്ടതിനെ ഉപയോഗിക്കണം. മക്കാമ് അത് ആവശ്യപ്പെടുമ്പോൾ ഫയുഅ്തബറു ഫീ കുല്ലി മക്കാമി മാ യുനാസിബുഹു മിൻ മആനി തിൽക്കൽ അദവാതീന. ഓരോ മക്കാമിലും ഈത്തിബാർ ചെയ്യപ്പെടണം മാ യുനാസിബുഹു, ആ മക്കാമിനോട് മുനാസബത്തായ ഒന്നിനെ. അതെന്തിനാൽ? മിൻ മആനി തിൽക്കൽ അദവാതി, ആദാത്തുകളുടെ ഇടയിലുള്ള അദാത്തുകളുടെ മായനകൾ. ഫൈദാ കാനൽ മുഖാത്തബു മസലൻ, മുഖാത്തബായാൽ, അതൊരു ഉദാഹരണം, യഅ്തഖിദു ഇഅ്തിഖാദ് ചെയ്യുന്നവരായി. ആ തഫ്സീലാ പറയുന്നത്. മുഖാത്തബ് ഇഅ്തിഖാദ് ചെയ്യുന്നവനായി എന്ത്? അന്നഹു ഇൻ കററൽ മജീഅ ഇലൈക, നിന്റെ അടുക്കിലേക്ക് അവൻ വരവിനെ ആവർത്തിച്ചാൽ, മലൽത മിന്നു വസ്തസ്കൽതഹു, അവന്റെ വരവിനെ തൊട്ട് നിനക്കെന്താണ് ഒരു ഉദാസീനത, മടി ഉണ്ടാകും, നിനക്കത് ഭാരമാകും എന്ന് മുഖാത്തബ് വിശ്വസിച്ചു. മുഖാത്തബ് എന്ന് വിശ്വസിച്ചു, ഞാനിപ്പോ മൂപ്പര അടുക്കൽ എപ്പോഴും ഇങ്ങനെ ചെല്ലല് ശരിയില്ല, അത് മൂപ്പർക്ക് ഒരു ഇടങ്ങേറായിരിക്കും എന്ന് മുഖാത്തബ് മനസ്സിലാക്കി. അങ്ങനത്തെ ഒരു മുഖാത്തബിനോട്, അതായത് എന്റെ അടുക്കലേക്ക് ഒരാൾ വരല്, എപ്പോഴും വരല് എനിക്ക് ഇഷ്ടല്ല എന്ന് അവൻ മനസ്സിലാക്കിയ സമയത്ത് അവനോട് പറയാണ് എന്ത്? ഫതഖൂലു നഫിയൻ ലിദാലിക, അതിന് നഫി ചെയ്യാൻ വേണ്ടി അവനോട് പറയും, കുല്ലമാ ജിഇതനി ഇസ്ദത്തു ഫീക ഹുബ്ബാൻ, നീ എന്റെ അടുക്കൽ വരുന്ന കാലത്തൊക്കെ ഹുബ്ബാൽ നിന്നിൽ ഞാൻ ജാസ്തിയാകും. ഇസ്ദത്തു ഫീക, നിന്നിൽ ഞാൻ വർദ്ധിക്കും, ജാസ്തിയാകും. ഹുബ്ബാൽ വർദ്ധിക്കും. സിത്തുന്നാണെങ്കിൽ ഞാൻ ജാസ്തിയാക്കും എന്ന് പറയാം, ഇസ്ദാദ് ലാസിമാണല്ലോ. ഹുബ്ബാൽ അപ്പൊ എന്തായി? അവന്റെ ആ ഇഅ്തിഖാദിനെ, ആ സ്വഭാവിനോട് യോജിക്കാത്ത ഇഅ്തിഖാദിനെ നഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുല്ലമാ ജിഇത, നീ എപ്പോൾ വരുന്ന സമയം, നീ വരുന്ന സമയത്തൊക്കെ നിന്നോട് എനിക്ക് മഹബത്തുണ്ട്, അവിടെയാണത് ഉപയോഗിക്കുക. അപ്പൊ മുഖാത്തബിന്റെ നിലപാട് നോക്കിയിട്ടാണ് ഈ ഷർത്തിയായ ജുംലനെ കൊണ്ടുവരേണ്ടത്. അതാണ് തഫ്സീല്. എല്ലായിടത്തും അത് ഉപയോഗിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ വക്കദ ഇദാകാന മുഖാത്തബായി ഇഅ്തഖിദു, ഇഅ്തിഖാദ് ചെയ്യുന്നവനായി, അന്നൽ ജാഇയ ഫീ വഖ്തി കദാ ലാ യുസാദിഫു തആമൻ ഇൻദ സൈദിൻ, ഇന്നാലിന്ന ടൈമിൽ, ഉദാഹരണം തിങ്കളാഴ്ച 10 മണിക്കായി ആവട്ടെ, തിങ്കളാഴ്ച 10 മണിക്ക് സൈദിന്റെ അടുക്കൽ വന്നാൽ ഭക്ഷണം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി ഒരാള്. മസലൻ സൈദിന്റെ അടുക്കൽ എന്നൊക്കെ പറഞ്ഞൊരു ഉദാഹരണമാണ്. അന്നൽ ജാഇയ, മുഖാത്തബ ഇഅ്തിഖാദ് ചെയ്തു. കദാ ഇദാകാന യഅ്തഖിദു അന്നൽ ജാഇയ ഫീ വഖ്തി കദാ, ഇന്ന സമയത്ത് വരുന്ന ആള് ലാ യുസാദിഫു തആമൻ ഇൻദ സൈദിൻ, സൈദിന്റെ അടുക്കൽ അവൻ ഭക്ഷണത്തെ കണ്ടുമുട്ടുകയില്ല. അവനോട് പറയാ, കുൽത്ത നീ പറയൂ, നഫിയൻ ലിദാലിക മത്താ ജിഇത സൈദൻ, സൈദിന്റെ അടുക്കൽ നീ എപ്പോൾ വന്നാലും. മത്ത എന്തിനാ പറഞ്ഞത്? മഹുമയും മത്തയും ഉമൂമി സമാനീന, ഏത് സമയത്തും, ആമായ സമാനിന്, ഏത് ടൈമിൽ വന്നാലും, ഏത് സമയത്ത് വന്നാലും. മത്താജീത്ത സൈദൻ വജത്ത ഇൻദഹു തആമൻ, അവന്റെ അടുക്കൽ നീ ഭക്ഷണത്തെ കാണുന്നതാണ്. കണ്ടോ? ഔകാന യഅ്തഖിദു, അല്ലെങ്കിൽ ഈ മുഖാത്തബ് ഇഅ്തിഖാദ് ചെയ്തവനായി അന്നക്കല തുജാലിസുഹു ഇല്ലാ ബിൽ മസ്ജിദി, അവന്റെ കൂടെ അവനുമായി കൂടിയിരിക്കുകയില്ല പള്ളിയിലല്ലാതെ. അത് മക്കാനി സ്ഥലം പള്ളിയാണല്ലോ, പള്ളി മക്കാനാണ്. അപ്പോൾ മക്കാന് നിൽക്കുന്നത് ഐനലി ഉമൂമിൽ മക്കാനി. അപ്പൊ അവിടെ എന്താണ്? മത്ത ഉപയോഗിക്കാൻ പറ്റൂല. മസലൻ പള്ളി എന്നുള്ളൊരു ഉദാഹരണം. കുൽത്തനി പറയും, ഐനമാ തജ്ലിസ് അജ്ലിസ് മഅക്ക, നീ എവിടെ ഇരുന്നാലും, ഏത് സ്ഥലത്തിരുന്നാലും
നിന്റെ കൂടെ ഞാനിരിക്കും. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് അങ്ങനെ പറയാറുണ്ട്. അവഴ്ത്തക്കിതു എന്ത് അല്ലെങ്കിൽ ഈ മുഖാത്ത് മനസ്സിലാക്കി അന്നക്കലാ തുക്രിമു ഇല്ലാമങ്കാനമിൻ ബനീ ഫുലാനിൻ, നീ ഇക്റാമ് ചെയ്യുകയില്ല ബനീ ഫുലാനിൽ ഉള്ളവരെ അല്ലാതെ. ഫതഖൂലു ലഹു നഫിയൻ ലിദാലിക മൻ ജാഅനി അക്രംതുഹു, ആരെന്റെ അടുക്ക വന്നാലും ഞാൻ അവനെന്താവും ബഹുമാനിക്കും. അതാണ് മന്ന് മയ്യക്കിലു, ആമായ ഏത് മഞ്ഞക്കിലു, ആക്കിലായ എല്ലാവർക്കും ആര് വന്നാലും, ആക്കിലായ ആര് വന്നാലും അവനെ ഞാൻ ബഹുമാനിക്കും. ഇങ്ങനെയുള്ള ചില പ്രത്യേക ഘട്ടങ്ങളിലാണ് മക്കാമ് നോക്കിയിട്ടാണ് ഷർത്തിന്റെ അദാത്തിനെ കൊണ്ടുവരുന്നത്. അതാണ് മുസന്നിഫ് ഇവിടെ വ്യക്തം